എപ്പോഴും നൽകിടും നായകനാം പ്രാർത്ഥന കേൾക്കും നായകനാം വാക്കുമാറാത്ത വല്ലഭനാം പ്രാർത്ഥന കേൾക്കും നായകനാം വാക്കുമാറാത്ത വല്ലഭനാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്തിടുകനാം മഹോന്നത ദേവനെ വാഴ്ത്തുകനാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്തിടുകനാം മഹോന്നത ദേവനെ വാഴ്ത്തുകനാം. 1 മുതൽ 2 മുതൽ 3 വാക്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, 2 കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ദുരുപദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ദുരുപദേശത്തെ കുറിച്ചാണ് ഈ ഭാഗത്തെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ, നമ്മളും ദൈവസഭയിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പല ഉപദേശങ്ങളും കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കുന്ന പല കാര്യങ്ങളും പലരും, നമ്മുടെ പ്രവാചകന്മാരായിരുന്നു പലരും എല്ലാം എന്ത് ചെയ്യും? പല രീതിയിലുള്ള ഉപദേശങ്ങളും നമ്മുടെ ഇടയിൽ കൊണ്ടുവരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം, ദുരുപദേശമാണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പൊ ദുരുപദേശം നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു വാക്യം വായിക്കും. മത്തായി 24:11. ഓക്കെ, അവിടെ പറഞ്ഞ കള്ളപ്രവാചകൻ വന്ന് അനേകരെ തെറ്റിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പല ഉപദേശങ്ങളും കേൾക്കാറുണ്ട്. നമ്മൾ യൂട്യൂബിലായിരുന്നാലും പല എല്ലാവരുടെയും മെസ്സേജ് എല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ കള്ള ഉപദേശമാണോ അത്, അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കുന്ന തരത്തിലുള്ള പല ഉപദേശങ്ങളും ഈ ലോകത്തിൽ ഇന്നും ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളെ ആത്മീയ ജീവിതത്തെ നമ്മളെ താഴോട്ട്, അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കുന്ന ഉപദേശമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആ തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ദൈവവചനത്തെ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ വേണ്ടും വണ്ണം രീതിയിൽ അതിനെ നമ്മൾ സ്വീകരിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ താഴോട്ടെല്ലാം വായിക്കാൻ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കള്ള ഉപദേഷ്ടാക്കന്മാരെ അല്ലെങ്കിൽ കള്ള പ്രവാചകന്മാർ അല്ലെങ്കിൽ ദുരുപദേശം നടത്തുന്നവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അവരുടെ ഫലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചറിയാം. അതിൻ്റെ ഒരു 2-ാമത്തെ വാക്യം 2 പത്രോസ് 2:2 ഇങ്ങനെ പറയുന്നു: അവർ ശീഘ്രനാശം വരുത്തും, അവിടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവരെന്ത് ചെയ്യും? ദൈവത്തിന്റെ ഹിതമാമണ്ണമല്ല നടക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്ത രീതിയിലല്ല അവരെന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അവർ പലരും അവരുടേതായിട്ടുള്ള രീതി, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യങ്ങളെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്: അവർ നാശം വിതയ്ക്കുന്നവരാണ്. അവരെന്ത് ചെയ്യും? നാശം വിതയ്ക്കും, അല്ലെങ്കിൽ ദുഷ്കാമ പ്രവൃത്തികൾ, ദൈവത്തിന്റെ ഹിതമാമണ്ണമല്ല, ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തികൾ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടും. അതിന്റെ തൊട്ട് താഴെയുള്ള വായിക്കുമ്പോൾ അവർ കൗശലവാക്ക് പറയുന്നവരാണ്. 1:3 വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, അവരെന്ത് ചെയ്യും? കൗശലവാക്ക് പറയുന്നത്. കൗശലവാക്ക് എന്ന് പറയുമ്പോൾ വേറൊരു ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, അവർ വ്യാജം പറയുന്നവർ. അങ്ങനെ ദുരുപദേശക്കാരെന്ത് ചെയ്യും? വ്യാജം പറയുന്നവരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പലരും അതെല്ലാം കേട്ട് അതിൽ വീണു പോകാനായിട്ടല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ ദൈവവചനം എപ്പോഴും എന്തായിരിക്കണം? ഹൃദയത്തിൽ അത് ഉണ്ടായിരിക്കണം. നമ്മൾ വ്യാജം പറയുന്നതിൽ വീണു പോകാതെ നമ്മൾ സത്യത്തിൽ വഴി നടത്തുന്ന ദൈവത്തെ തന്നെ മുറുകെ പിടിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നോട് അല്ലാതെ ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ വചനമാകുന്ന ഈ സത്യത്തെ നമുക്ക് എന്ത് ചെയ്യണം? പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറണം. അതിൻ്റെ തൊട്ട് താഴെല്ലാം പറയുമ്പോൾ, ആ ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചവർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതമാമണം നടക്കാത്തവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2:4 വായിക്കാൻ വേണ്ടി അവിടെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൂതന്മാരെന്ത് ചെയ്തു? ദൈവം തള്ളി താഴെയിട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൂതനെ തള്ളി താഴെയിട്ട് ദൈവം അവര് പാപം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് പോലെ ആകണമെന്ന് എന്ത് ചെയ്തു? അവർ ചിന്തിച്ചത് കൊണ്ട്, അവരുടെ ജീവിതത്തിൽ പാപം വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ദൂതന്മാരെ എന്ത് ചെയ്തു? തള്ളി താഴെ ഇട്ടു. 2ാമത് പറയുന്നൊരു കാര്യം, നോഹയുടെ ജീവിതത്തിൽ ജലപ്രളയത്താൽ എന്ത് ആ ദേശത്തെ നശിപ്പിച്ചു. വേറൊന്നും കൊണ്ടല്ല, ആ ദേശം എന്തുകൊണ്ട്? പാപത്തും കൊണ്ട് നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ദേശത്തെ നശിപ്പിച്ചു. 3ാമത് ലോത്തിന്റെ ജീവിതം. ലോത്തിന്റെ ആ ഭാഗത്ത് പറയുന്നത്, സോദോം ഗോമോറ എന്ന ദേശത്തെ ദൈവം എന്ത് ചെയ്തു? അഗ്നിക്ക് ഇരയാക്കി. അവിടെ ഒന്നും വേറൊന്നും കൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? തള്ളി താഴെട്ടു, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ദൈവത്തിന്റെ ഹിതമാവണ്ണം അല്ലാത്ത രീതിയാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയോ ഏതെങ്കിലും ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? മാനസാന്തരപ്പെടണം. കാരണം ദൈവം ഒരു ദൂതനെ അവിടെ നോക്കിയില്ല. ദൂതൻ പാവം ചെയ്തെങ്കിൽ ദൂതൻ എന്ത് ചെയ്തു? തള്ളി താഴെയിട്ട ദൈവം, അല്ലെങ്കിൽ മനുഷ്യൻ തെറ്റിയതപ്പോൾ ഒരു ജനസമൂഹം തെറ്റിയതപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും ഒരു ഭയഭക്തിയോടെ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ഒരു ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ആ ന്യായവിധിയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിനൊത്ത രീതിയിൽ ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അതേസമയം നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യും?
തള്ളി താഴെ ഇടാനായിട്ട് ഇടയാവും. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ഭയത്തിൽ എന്ത് ചെയ്യണം? വളരണം. ദൈവത്തിന്റെ ഭയത്തിൽ നമ്മൾ ആ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുക, കർത്താവേ ഞാൻ മാനസാന്തരപ്പെടുന്നു. കാരണം നമ്മൾ മാനസാന്തരത്തിൽ വന്ന് ദൈവത്തിന്റെ ഭയത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മൾ ഓരോരുത്തരെയും രക്ഷിക്കും. അതിന്റെ തൊട്ട് താഴെയുള്ള വായിക്കുമ്പോൾ അത് 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞ കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്നും വിടുവിപ്പാനും. കർത്താവ് ഭക്തന്മാരെ എന്ത് ചെയ്യും? പരീക്ഷയിൽ നിന്ന് എന്ത് ചെയ്യും? വിടുവിക്കും. അപ്പൊ നമ്മളും പല പ്രശ്നത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളെ വിടുവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ ഭക്തനായിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഭക്തിയാണ് ആദ്യം നമ്മളിന്ന് മാറിപ്പോകുന്നത്. കാരണം നമ്മൾ ആദ്യം കർത്താവിനെ അറിഞ്ഞ ആ ഒരു ഭക്തിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ ആദ്യ സ്നേഹമല്ല, അല്ല ആദ്യത്തെ ആ ഒരു ഭയം അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു വെറുതെ വന്നു പോകുന്ന ഒരു മനോഭാവത്തോടെയാണ് നമ്മൾ പല എന്നെയും ഉൾപ്പെടുത്തിയ പലരും നിൽക്കുന്നു. പക്ഷെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഭയത്തിൽ എന്ത് ചെയ്യണം? ഒന്ന് മടങ്ങി വരണം. ആ ദൈവത്തിന്റെ ഭയം നമുക്ക് ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരെയും പരീക്ഷയിൽ നിന്ന് എന്ത് ചെയ്യും? വിടുവിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഭയത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പരീക്ഷയിലൂടെ നമ്മളെ കടത്തിവിട്ട് നമുക്ക് വേണ്ടുന്ന ശിക്ഷയെ നൽകുന്നത്. കാരണം നമ്മൾ പരീക്ഷകൾ അകപ്പെടാതെ ഇരിപ്പാൻ തക്ക വേണം നമ്മൾ ദൈവഭക്തിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഓരോ പരീക്ഷ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ദൈവം നമ്മെ വിടിവെച്ച് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, നമ്മൾ അവരെ ദുരുപദേശങ്ങളെ തിരിച്ചറിയുന്നവരായിട്ട് മാറണം. അവരെ ഉപദേശങ്ങൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ടും ഈ ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയിൽ ദൈവത്തിലെ ഭയത്തിൽ ദൈവഭക്തിയിൽ ഞാൻ എന്ത് ചെയ്യണം? വളരണം. ഈ വചനങ്ങളെ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തും.